വളരെ ജനകമായ ഒരു വാർത്തയിൽ നിന്നാണ് തുടങ്ങേണ്ടി വരുന്നത്. കോഴിക്കോട് തിക്കോടിയിൽ കടലിൽ കുളിക്കാനിറങ്ങിയ 4 പേർ തിരയിൽപ്പെട്ട് മരിച്ചു. കൽപ്പറ്റ സ്വദേശികളാണ് മരിച്ചത്. ഒരാളുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. രാഹുൽ സുരേഷ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, എങ്ങനെയാണ് ഈ അപകടം? 4 പേർക്ക് ജീവൻ നഷ്ടമാവുന്ന സാഹചര്യം എന്താണ് സംഭവിച്ചത്? രാഹുൽ സുരേഷ്. റീജിത്ത്, അതിദാരുണമായ സംഭവം ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് കൊയിലാണ്ടിക്ക് സമീപം തിക്കോടിയിൽ നടക്കുന്നത്. അതായത് 24 പേരടങ്ങുന്ന സംഘമാണ് വിനോദസഞ്ചാരത്തിനായി കൽപ്പറ്റയിൽ നിന്നും പുറപ്പെട്ടത്. അതിൽ 4 പേരാണ് തിക്കോടിയിലെ ബീച്ചിൽ കുളിക്കാനിറങ്ങിയതിന് പിന്നാലെ ഈ 4 പേരും തിരയിൽ പെടുകയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടെയുള്ള ആളുകൾ ഈ സംഭവം കണ്ടു, ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം നടത്തി. പക്ഷേ 4 പേരുടെയും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ഏറ്റവും ദാരുണമായ സംഭവം. 4 പേരുടെ പേര് വിവരങ്ങൾ ഒന്ന് പറയാം. ബിനീഷ് 40 വയസ്സ്, വാണി 32 വയസ്സ്, അനീസ 35 വയസ്സ്, ഫൈസൽ തുടങ്ങി 2 പുരുഷന്മാരും 2 സ്ത്രീകളും അടക്കം 4 പേരാണ് മരിച്ചിട്ടുള്ളത്. ലൈഫ് ഗാർഡുമാരൊക്കെ ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. പക്ഷേ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല. ഇതിൽ 3 പേരുടെ മൃതദേഹം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ നമ്മളിപ്പോൾ ഉള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് 3 പേരുടെ മൃതദേഹങ്ങൾ എത്തിക്കും. ഒരാളുടെ മൃതദേഹമുള്ളത് നന്ദി സഹാനി ആശുപത്രിയിലാണ്. അവിടുത്തെ നടപടികൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും 4 പേരുടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുക എന്നാണ് പറയുന്നത്. ബന്ധുക്കൾ അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ നടക്കുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ നടന്നില്ലെങ്കിൽ നാളെ ആയിരിക്കും ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം. കൽപ്പറ്റയിൽ നിന്ന് ടൂർ പോയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. അതിലെ 4 പേർക്കാണ് ജീവൻ നഷ്ടമായത് എന്ന വിവരം പുറത്തു വരുന്നുണ്ടല്ലോ. എന്താണ് അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ? ഈ ഒരാളുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു എന്ന് പറയുന്നു. ആശുപത്രിയിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ രാഹുൽ? റിജിത്ത്, കൽപ്പറ്റ ബോഡി ഷേപ്പ് എന്ന ജിമ്മിലെ 24 പേരാണ് ഈ വിനോദയാത്രയ്ക്കായി പുറപ്പെട്ടത്. ആ 24 പേരടങ്ങുന്ന സംഘത്തിലെ 4 പേരാണ് മരണത്തിന് കീഴടങ്ങിയിട്ടുള്ളത്. ആദ്യം ഒരാൾക്ക് ഇതിൽ പെട്ട ഒരാൾക്ക്, അതായത് 4 പേർ മരിക്കുകയും ഒരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു എന്ന വിവരം പുറത്തു വന്നിരുന്നു. പക്ഷേ ഒരാളുടെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണെന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം സംബന്ധിച്ച് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് തന്നെയാണ് നമുക്ക് കൊയിലാണ്ടിയിൽ നിന്നും പുറത്തു വരുന്ന വിവരം. അതുകൊണ്ട് അത് സംബന്ധിച്ച് മറ്റ് അവ്യക്തതകൾ നിലവിൽ നിലനിൽക്കുന്നില്ല. ഈ 4 പേരുടെ മരണം സ്ഥിരീകരിച്ചു എന്നതാണ് ഈ നിമിഷത്തിലെ ഏറ്റവും സങ്കടകരമായ കാര്യം. റീജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ കൽപ്പറ്റയിലെ ബോഡി ഷേപ്പ് എന്ന ജിമ്മിൽ നിന്നുമാണ് ഈ 24 പേരടങ്ങുന്ന സംഘം ഇന്ന് പുറപ്പെട്ടത്. പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അവർ ഈ ബീച്ചിൽ കുളിക്കാൻ ഇറങ്ങുകയും 4 പേര് ഒഴുക്കിൽപ്പെടുകയുമായിരുന്നു. ലൈഫ് ഗാർഡുമാർ ഉൾപ്പെടെ അവിടെ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വേഗം ഈ 4 പേരെയും കണ്ടെത്താൻ സാധിച്ചു. 3 പേരെ മരിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയത്. തുടർന്ന് ഒരാളെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിനിടെയാണ് മരിച്ചിട്ടുള്ളത്. ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിനിടെ മരിച്ചത് നന്ദി സഹാനി ആശുപത്രിയിലുള്ള ഫൈസലാണെന്ന വിവരം കൂടിയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. റിജിത്ത്, രാഹുൽ, അവിടെ ഈ ലൈഫ് ഗാർഡൊക്കെ ഉള്ളതാണ്. വലിയ തിരക്കുള്ളൊരു ബീച്ചുമല്ല. എന്താണ് ഈ അപകടത്തിന് കാരണമെന്നാണ് മനസ്സിലാക്കുന്നത്? ആരെങ്കിലും ഈ കൂട്ടത്തിൽ അപകടത്തിൽ പെട്ടിട്ട് രക്ഷപ്പെടുത്താനോ മറ്റോ പോയതാണോ രാഹുൽ? അത് സംബന്ധിച്ച വിശദാംശങ്ങളൊക്കെ ഉണ്ടോ? റിജിത്ത്, ഈ അപകടത്തിന്റെ യഥാർത്ഥ കാരണം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഇന്ന് ഞായറാഴ്ച ദിവസമായതിനാൽ ഈ ബീച്ചിൽ വളരെ തിരക്കുണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ലൈഫ് ഗാർഡുമാരൊക്കെ ഉള്ള സ്ഥലമാണ്. പക്ഷെ നേരത്തെയും ഇത്തരത്തിലുള്ള അപകടം ഈ പ്രദേശത്ത് ഇതേ ബീച്ചിൽ നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് പ്രാദേശിക ലേഖകന്മാർ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുമ്പും അപകടം നടന്ന സ്ഥലമാണ്. ഇനി ഇതൊരു സ്ഥിരമായി അപകടം നടക്കുന്ന ഒരു സ്ഥലമാണോ എന്ന സംബന്ധിച്ചൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഈ അപകട കാരണം സംബന്ധിച്ച് പോലീസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റിജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ആരെങ്കിലും തിരയിൽപ്പെട്ടപ്പോൾ അയാളെ രക്ഷിക്കാൻ പോകുന്നതിനിടെ ബാക്കിയുള്ള ആളുകൾ കൂടി അപകടത്തിൽ പെടുകയായിരുന്നോ എന്നത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വന്നിട്ടില്ല. അവരുടെ കൂടെയുള്ള ആളുകളൊന്നും ഇപ്പോൾ സംസാരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല. അതുകൊണ്ട് വരും മണിക്കൂറുകളിൽ യഥാർത്ഥ കാരണം സംബന്ധിച്ച് അവരോട് തന്നെ പ്രതികരണം തേടിയ ശേഷം നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റിജിത്ത്, ശരി. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. 4 പേർക്കാണ് തിരയിൽപ്പെട്ട് ജീവൻ നഷ്ടമായിരിക്കുന്നത്. ബിനീഷ് 40 വയസ്സുള്ള ബിനീഷ്, 32 വയസ്സുള്ള വാണി, 35 വയസ്സുള്ള അനീസ, പിന്നെ ഫൈസൽ എന്നൊരു യുവാവ്. ഇങ്ങനെ 4 പേർക്കാണ്, 2 സ്ത്രീകൾക്കും 2 പുരുഷന്മാർക്കുമാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. 24 പേരടങ്ങുന്ന സംഘം അവർ ഈ കൽപ്പറ്റ ബോഡി ഷേപ്പ് ജിമ്മിൽ നിന്ന് ടൂർ പോയ സംഘമാണ്.
അവരാണ് തിരയിൽപ്പെട്ട് അപകടത്തിൽപ്പെട്ട് 4 പേർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു. ഒരാൾക്ക് പരിക്കുണ്ട്. അയാളെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ആരോഗ്യനില സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള ആശങ്കയും വേണ്ട എന്നാണ് ഈ ഘട്ടത്തിൽ ആശുപത്രിയിൽ നിന്ന് ലഭ്യമായിരിക്കുന്ന വിവരം. രാഹുൽ സുരേഷ് നമുക്കൊപ്പം തുടരുന്നു. രാഹുൽ, ഇനിയിപ്പോൾ മറ്റ് തുടർ നടപടികളൊക്കെ എങ്ങനെയാണ്? മൃതദേഹം വിട്ടുകൊടുക്കുക അങ്ങനെയൊക്കെയുള്ള നടപടികളൊക്കെ എങ്ങനെയാണ്? റിജിത്ത്, കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച 3 പേരുടെ മൃതദേഹം ഇപ്പോൾ കൊയിലാണ്ടിയിൽ നിന്നും കോഴിക്കോടേക്ക് മാറ്റുകയാണ്. നമ്മളിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണുള്ളത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് അല്പസമയത്തിനുള്ളിൽ 3 പേരുടെ മൃതദേഹം എത്തിക്കും. അതായത് താലൂക്ക് ആശുപത്രിയിൽ മൃതദേഹം ഉണ്ടായിരുന്ന ബിനീഷ്, വാണി, അനീസ തുടങ്ങി 3 പേരുടെ മൃതദേഹമാണ് അല്പസമയത്തിനുള്ളിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്നത്. മറ്റൊന്ന് ഫൈസലാണ്. ഫൈസൽ സ്വകാര്യ ആശുപത്രിയിലാണ് ഉള്ളത്. അതുകൊണ്ട് ഫൈസലിൻ്റെ മൃതദേഹം അവിടുത്തെ നടപടികൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ഇവിടേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ എന്തായാലും സമയം 6:30 കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ഒരുപക്ഷെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെടുകയാണെങ്കിൽ ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം കൽപ്പറ്റയിലേക്ക് കൊണ്ടുപോകാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വയനാട്ടിൽ നിന്നുള്ള ജനപ്രതിനിധികളടക്കം ഇപ്പോൾ കോഴിക്കോടേക്ക് എത്തുകയാണ്. അതിനുശേഷം ഇവിടെ വന്ന് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഒരുപക്ഷെ ഇന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയാൽ ഇന്ന് തന്നെ മൃതദേഹം കൽപ്പറ്റയിലേക്ക് കൊണ്ടുപോകും. മറിച്ചാണെങ്കിൽ നാളെയായിരിക്കും പോസ്റ്റ്മോർട്ടം നടക്കുക. അങ്ങനെയാണെങ്കിൽ നാളെ തന്നെയായിരിക്കും മറ്റ് സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ നടക്കാൻ പോകുന്നത്. അവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് 20 പേർ കൂടിയുണ്ട്. അവരും ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തും. അങ്ങനെയാണെങ്കിൽ അവരോട് തന്നെ നമുക്ക് നേരിട്ട് എന്താണ് സംഭവിച്ചത് എന്ന കാര്യം ചോദിച്ച് മനസ്സിലാക്കാനും കഴിയും. പ്രജിത്ത്. ശരി, രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു. കോഴിക്കോട്ട് നിന്ന് തിരയിൽപ്പെട്ട് 4 പേർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. കോഴിക്കോട് തിക്കോടിയിലാണ് അപകടമുണ്ടായിരിക്കുന്നത്.